ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ് വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ഓരോരുത്തർക്കും വീട്ടിലെ സാഹചര്യങ്ങളായാലും അതുപോലെ ഓഫീസിലെ സാഹചര്യങ്ങളായാലും ഒക്കെ ഒരുപാട് സ്ട്രെസ്സ് വരുന്നവരായിരിക്കും. ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് സ്ട്രെസ്സ് ഒഴിഞ്ഞ് നേരമേ കാണില്ല. അതുപോലെ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് അവരൊരുപാട് സ്ട്രെയിൻ ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് വർക്ക് ലോഡ് വരുന്നതിൻ്റെയും വീട്ടിലെ സ്ട്രെസ്സ് ഇങ്ങനെ നമുക്ക് എപ്പോഴും സ്ട്രെസ്സ് ഒഴിഞ്ഞ് നേരം കാണില്ല. അങ്ങനെയുള്ളവരെങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മൾ സമാധാനത്തെ ആണ് ഉൾക്കൊള്ളേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നമ്മുടെ മുന്നിൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുമ്പോൾ ഇത് വെറും സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രതിസന്ധിയെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കാമായിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെയും നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് പറ്റും. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുകയും ഒരു 5 മിനിറ്റ് നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കുക. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്നൊക്കെ ചിന്തിച്ച് നിങ്ങളെക്കൊണ്ട് എന്ത് പ്രതിസന്ധിയും ഓവർകം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളെന്നും രാവിലെ കണ്ണാടിയിൽ നോക്കി ഒന്ന് പറഞ്ഞു നോക്കൂ. നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മളോട് തന്നെ പുഞ്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ആനന്ദം ആ ദിവസം മൊത്തം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാനീ പറഞ്ഞത് ശരിയാണോ എന്ന് കൂടുതൽ സ്ട്രെസ്സുള്ളവർ ചെയ്ത് നോക്കുക. സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് പോകുന്നതിനേക്കാളും നല്ലത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും ഒരു കാര്യം എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ആദ്യം ചിന്തിക്കുക. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സ് കൂടുന്നത്. മൈൻഡിനെ കാമായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പുഞ്ചിരിക്കാൻ ശ്രമിക്കുക. ചിരി നമുക്ക് മാത്രമല്ല, ആ ചിരി കാണുന്നവർക്കും സ്ട്രെസ്സ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ പുഞ്ചിരിക്കാൻ ശ്രമിക്കുക, മനസ്സിനെ കാമാക്കി വെക്കാൻ ശ്രമിക്കുക, മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ സ്ട്രെസ്സ് വരുമ്പോൾ നിങ്ങൾ ദുശ്ശീലങ്ങളിലേക്ക് പോകാതെ ഒരല്പം നടക്കാനും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാനീയങ്ങൾ കുടിക്കാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലർക്കൊക്കെ ഒരു ഹെർബൽ ടീ ഒക്കെ കുടിച്ചു കഴിയുമ്പോൾ ആ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. പിന്നെ നിങ്ങൾ എന്താണ് സ്ട്രെസ്സ് കുറയ്ക്കാൻ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനി ഞാൻ വരുന്നുണ്ടാവും. ഞാൻ ജയന്തി പ്രകാശ്. ഞാനൊരു വെബിനാർ നടത്തുന്നുണ്ട്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെപ്പറ്റി, ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ പറ്റിയും ഒക്കെ ഒരു വെബിനാർ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. വെബിനാറിൻ്റെ ഡേറ്റ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.